നമസ്കാരം. കറണ്ട് അഫയേഴ്സ് സീരീസിലെ ഇന്നത്തെ ക്ലാസ്സിൽ വരാൻ പോകുന്ന പരീക്ഷകൾക്ക് ഏറ്റവും പ്രാധാന്യമുള്ള ഒരു ഭാഗം VBG റാംജി എന്ന പദ്ധതി, അതുമായി ബന്ധപ്പെട്ട വസ്തുതകളാണ് നമ്മൾ പഠിക്കാനായിട്ട് ശ്രമിക്കുന്നത്. ഈ ക്ലാസ് അവസാനം വരെ കേൾക്കുന്നതിന് വേണ്ടിയിട്ട് തയ്യാറാവുക. തീർച്ചയായിട്ടും ഈ ഭാഗത്തുള്ള ചോദ്യങ്ങൾ അത് പ്രസ്താവന രീതിയിലായിരിക്കും. അതിനൊക്കെ ഉത്തരം എഴുതാൻ പറ്റുന്ന വിധത്തിലാണ് ഈ ക്ലാസ് അറേഞ്ച് ചെയ്തിരിക്കുന്നത്. അപ്പോൾ അവസാനം വരെ കാണുന്നതിന് വേണ്ടിയിട്ട് തയ്യാറാവുക. അതുപോലെ ആസ്ഥ അക്കാഡമിയുടെ ഓൺലൈൻ കോഴ്സുകളെ കുറിച്ച് അറിയുന്നതിനും ഞങ്ങളുടെ മറ്റു സേവനങ്ങൾക്കുമായി ആസ്ഥ അക്കാഡമി കേരള എന്ന ഞങ്ങളുടെ ലേണിംഗ് ആപ്പ് കൂടി ഡൗൺലോഡ് ചെയ്യുക. ഇവിടെ നടക്കുന്ന ക്ലാസ്സുകളുടെ PDF നോട്ട്സിനായിട്ട് ഞങ്ങളുടെ ടെലഗ്രാം ചാനൽ കൂടി അംഗമാവുക. അപ്പോൾ നമുക്ക് ക്ലാസ്സിനകത്തോട്ട് വരാം. ഞാൻ അജിത് സുമേരു. ഏവർക്കും ആസ്ഥ അക്കാഡമിയുടെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ശരി, അപ്പോൾ നമുക്ക് ക്ലാസ്സിനകത്തോട്ട് വരാം. നിങ്ങൾക്ക് അറിയാവുന്ന കാര്യമാണ് VBG റാംജി എന്ന പദ്ധതി. ഈ പദ്ധതി പഴയ തൊഴിലുറപ്പ് പദ്ധതിക്ക് പകരമായിട്ട് ഈ അടുത്ത കാലത്ത് കേന്ദ്ര സർക്കാർ കൊണ്ടുവന്ന പദ്ധതിയാണ്. പഴയ മഹാത്മാഗാന്ധി ദേശീയ തൊഴിലുറപ്പ് പദ്ധതിക്ക് പകരമായിട്ട് കേന്ദ്ര സർക്കാർ കൊണ്ടുവന്ന പദ്ധതിയാണ് അല്ലേ. നിങ്ങൾക്ക് അറിയാവുന്ന കാര്യമാണ് 10ാം പഞ്ചവത്സര പദ്ധതിക്കാലം. 10ാം പഞ്ചവത്സര പദ്ധതിക്കാലത്ത് മൻമോഹൻ സിംഗ് പ്രധാനമന്ത്രിയായിരിക്കുന്ന സമയത്ത് വന്ന പദ്ധതിയാണ് ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതി. പിന്നീട് 2009 ആകുമ്പോൾ, അത് 2005 ആ പദ്ധതി പാർലമെൻറ്റ് പാസ്സാക്കുന്നത്. 2006 ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതി രാജ്യത്ത് നിലവിൽ വരുന്നത്. 2009 അതിൻ്റെ പേര് മഹാത്മാഗാന്ധി ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതി എന്ന് മാറ്റുന്നത് അല്ലേ. ആ പദ്ധതിക്ക് പകരമായിട്ട് പുതുതായിട്ട് കൊണ്ടുവന്ന പദ്ധതിയാണ് ഏതാണ് VBG റാംജി പദ്ധതി. അവിടെ ആദ്യം മനസ്സിലാക്കേണ്ട കാര്യം എന്താണെന്ന് ചോദിച്ചാൽ അതിൻ്റെ പൂർണ്ണ രൂപമാണ്. VBG റാംജി എന്ന് പറയുമ്പോൾ അതിൻ്റെ പൂർണ്ണ രൂപം എന്താണ് എന്ന് നമ്മൾ അറിഞ്ഞിരിക്കണം. അത് തീർച്ചയായിട്ടും പരീക്ഷയ്ക്ക് ചോദിക്കും. വികസിത് ഭാരത്, VB എന്ന് പറയുമ്പോൾ വികസിത് ഭാരത്, G ഗ്യാരണ്ടി, വികസിത് ഭാരത് ഗ്യാരണ്ടി ഫോർ റോസ്ഗാർ ആൻഡ് അജീവിക മിഷൻ. വികസിത് ഭാരത് ഗ്യാരണ്ടി ഫോർ റോസ്ഗാർ ആൻഡ് അജീവിക മിഷൻ. ഇനി ഒരു G ഉണ്ട്, ഗ്രാമീൺ അല്ലെ. അപ്പോൾ VBG റാംജി പദ്ധതി, അതായത് പഴയ തൊഴിലുറപ്പ് പദ്ധതിക്ക് പകരമായി കൊണ്ടുവന്ന പുതിയ പദ്ധതി, അതിൻ്റെ പൂർണ്ണ രൂപം എന്ത് എന്ന് ചോദിച്ചാൽ വികസിത് ഭാരത് ഗ്യാരണ്ടി ഫോർ റോസ്ഗാർ ആൻഡ് അജീവിക മിഷൻ ഗ്രാമീൺ എന്നുള്ളതാണ്. അത് നിങ്ങൾ മനസ്സിലാക്കി വയ്ക്കണം. ഇനി അത് കഴിഞ്ഞിട്ട് ഇതുമായി ബന്ധപ്പെട്ട ബില്ല്, ഈ പദ്ധതിയുമായി ബന്ധപ്പെട്ട ബില്ല് പാർലമെന്റിൽ അവതരിപ്പിച്ചത് ആരാണ് എന്നൊന്ന് മനസ്സിലാക്കി വെക്കണം. ഈ ബില്ല് പാർലമെന്റിൽ അവതരിപ്പിച്ചത് ആര് എന്ന് ചോദിച്ചാൽ കേന്ദ്ര ഗ്രാമവികസന വകുപ്പ് മന്ത്രിയാണ്. കേന്ദ്ര ഗ്രാമവികസന വകുപ്പ് മന്ത്രി ആര് എന്നുള്ളതും പഠിച്ചു വച്ചേക്കണം. ശിവരാജ് സിംഗ് ചൗഹാനാണ്. പഴയ മധ്യപ്രദേശിലെ മുഖ്യമന്ത്രിയായിരുന്ന ആളാണ്. ഇപ്പോൾ ഇന്ത്യയിൽ കേന്ദ്ര ഗ്രാമവികസന വകുപ്പ് മന്ത്രിയായിട്ട് പ്രവർത്തിക്കുന്നത് ആരാണ്? ശിവരാജ് സിംഗ് ചൗഹാൻ. അപ്പോൾ VBG റാംജി പദ്ധതി, അതുമായി ബന്ധപ്പെട്ട ബില്ല് പാർലമെന്റിൽ അവതരിപ്പിച്ചത് ആരെന്ന് ചോദിച്ചാൽ ഗ്രാമവികസന വകുപ്പ് മന്ത്രിയായ ആരാണ്? ശിവരാജ് സിംഗ് ചൗഹാനാണ്. ഇത് 2025 ഡിസംബറിൽ പാർലമെന്റ് പാസ്സാക്കി. ഈ ബില്ല് 2025 ഡിസംബറിൽ പാർലമെന്റ് പാസ്സാക്കി. അപ്പോൾ VBG റാംജി പദ്ധതി അല്ലെങ്കിൽ ആ ബില്ല് പാർലമെന്റ് പാസ്സാക്കുന്നത് എപ്പോ എന്ന് ചോദിച്ചാൽ 2025 ഡിസംബറിലാണ്. ആ ബില്ല് പാസ്സാക്കി എന്നതുകൊണ്ട് നിയമമാകത്തില്ല എന്ന് നിങ്ങൾക്കറിയാം. അതിനകത്ത് പ്രസിഡന്റ് ഒപ്പിടുമ്പോഴേ ഒരു ബില്ല് എന്താവുള്ളൂ, നിയമമാവുള്ളൂ. ആ ബില്ലിൽ VBG റാംജിയുമായി ബന്ധപ്പെട്ട ബില്ലിൽ രാഷ്ട്രപതി ഒപ്പിട്ടതെന്ന് ചോദിച്ചാൽ 2025 ഡിസംബർ 21 അപ്പോൾ ബില്ല് എന്തായി? നിയമമായി. അപ്പോൾ VBG റാംജി ആ ബില്ലിൽ രാഷ്ട്രപതി ഒപ്പിട്ട് അത് നിയമമാകുന്നത് 2025 ഡിസംബർ 21 ഇനി അത് നിലവിൽ വന്നതെന്ന് എന്നുള്ളതാണ് അടുത്ത ചോദ്യം. VBG റാംജി പദ്ധതി നിലവിൽ വന്നത് എന്ന് ചോദിച്ചാൽ അത് 2026 ജൂലൈ 1 VBG റാംജി പദ്ധതി രാജ്യത്ത് നിലവിൽ വന്നത് എന്ന് ചോദിച്ചാൽ 2026 ജൂലൈ 1 ഇനി അത് കഴിഞ്ഞിട്ട് VBG റാംജി പദ്ധതി ഉദ്ഘാടനം ചെയ്യപ്പെട്ടത് എവിടെയാണ്?
2026 ജൂലൈ 2 VBG റാംജി പദ്ധതി ഉദ്ഘാടനം ചെയ്യപ്പെട്ടത് എവിടെയെന്ന് ചോദിച്ചാൽ മുക്കാവരി പള്ളി എന്ന് പറയുന്ന ഒരു ഗ്രാമത്തിലാണ്. പണ്ട് ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതി ഉദ്ഘാടനം ചെയ്യപ്പെട്ടത് എവിടെയെന്ന് ഒരുപാട് പരീക്ഷകൾക്ക് ചോദിച്ചിട്ടുണ്ട്. അതുപോലെ ഇവിടെയും പരീക്ഷയ്ക്ക് ചോദിക്കാൻ സാധ്യതയുണ്ട്. VBG റാംജി പദ്ധതി ഉദ്ഘാടനം ചെയ്യപ്പെട്ടത് എവിടെയാണെന്ന് ചോദിച്ചാൽ മുക്കാവരി പള്ളി എന്ന് പറയുന്ന ഗ്രാമത്തിലാണ്. അതെവിടെയാണ്? ആന്ധ്രാപ്രദേശിലാണ്. പണ്ട് ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതി ഉദ്ഘാടനം ചെയ്യപ്പെട്ടത് ആന്ധ്രാപ്രദേശിലാണ്. ഇവിടെ ഇപ്പോൾ ഈ പറഞ്ഞ 2026 ജൂലൈ 2 പദ്ധതി പ്രാബല്യത്തിൽ വരുന്നത് 2026 ജൂലൈ 1 പദ്ധതി ഉദ്ഘാടനം ചെയ്യപ്പെട്ടത്. അത് പിന്നീട് വേറൊരു ദിവസമാണ് നടന്നത്. ജൂലൈ 2 മുക്കാവരിപ്പള്ളി ആന്ധ്രാപ്രദേശ്. അത് വളരെ പ്രധാനപ്പെട്ട ഒരു പോയിന്റാണ്, ശ്രദ്ധിച്ച് വയ്ക്കണം. ഇനി അത് കഴിഞ്ഞിട്ട് VBG റാംജി പദ്ധതിയും പഴയ തൊഴിലുറപ്പ് പദ്ധതിയും തമ്മിൽ എന്ത് വ്യത്യാസങ്ങളാണ് ഉള്ളത് എന്നൊന്ന് മനസ്സിലാക്കി വെക്കണം. അതുപോലെ ഒന്ന് നിങ്ങൾക്ക് നന്നായിട്ട് അറിയാം. പഴയ മഹാത്മാഗാന്ധി ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതി പ്രകാരം തൊഴിൽ ദിനങ്ങൾ ഉറപ്പ് നൽകിയിരുന്ന തൊഴിൽ ദിനങ്ങൾ എന്ന് പറയുന്നത് 100 ദിവസമായിരുന്നു. 100 ദിവസത്തെ തൊഴിലാണ് ഉറപ്പ് നൽകിയിരുന്നത്. അതേസമയം VBG റാംജി പദ്ധതിയിൽ ആ ഉറപ്പ് നൽകപ്പെട്ടിട്ടുള്ള തൊഴിൽ ദിനങ്ങളുടെ എണ്ണം വർദ്ധിച്ചിട്ടുണ്ട്. 125 തൊഴിൽ ദിനങ്ങൾ ഒരു തൊഴിലാളിക്ക് ലഭിക്കും. അപ്പോൾ VBG റാംജി പദ്ധതി പ്രകാരം എത്ര ദിവസത്തെ തൊഴിലാണ് ഒരു തൊഴിലാളിക്ക് ഉറപ്പ് നൽകിയിട്ടുള്ളത് എന്ന് ചോദിച്ചാൽ 125 തൊഴിൽ ദിനങ്ങളാണ്. അപ്പോൾ ഒരു തൊഴിലാളി ഈ പറഞ്ഞ പദ്ധതി പ്രകാരം രജിസ്റ്റർ ചെയ്തിട്ടുണ്ട് എങ്കിൽ അയാൾ തൊഴിൽ ആവശ്യപ്പെടുന്ന പക്ഷം 15 ദിവസത്തിനകത്ത് തൊഴിൽ നൽകേണ്ടതാണ്. അപ്പോൾ ഈ പദ്ധതി രജിസ്റ്റർ ചെയ്തിട്ടുള്ള ഒരു തൊഴിലാളിക്ക് അയാൾ ആവശ്യപ്പെടുന്ന പക്ഷം അയാൾക്ക് 15 ദിവസത്തിനകത്ത് തൊഴിൽ നൽകേണ്ടതാണ്. അത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ഇനി അത് കഴിഞ്ഞിട്ട് മറ്റൊരു പ്രധാനപ്പെട്ട പോയിന്റ്, ഈ പറഞ്ഞ തൊഴിലാളിക്ക്, ഈ തൊഴിൽ ചെയ്ത തൊഴിലാളിക്ക് അതിൻ്റെ കൂലി 15 ദിവസത്തിനകത്ത് നൽകണം. വേതനം എത്ര ദിവസത്തിനകത്ത് നൽകണം? ഈ പറഞ്ഞ പദ്ധതി പ്രകാരമുള്ള വേതനം എത്ര ദിവസത്തിനകത്ത് നൽകണം എന്നുള്ളതും പ്രധാനപ്പെട്ടതാണ്. 15 ദിവസത്തിനകത്ത് നൽകണം. അപ്പോൾ VBG റാംജി പദ്ധതി പ്രകാരം 125 തൊഴിൽ ദിനങ്ങൾ ഉറപ്പ് നൽകുന്നു, ഒരു തൊഴിലാളിക്ക് ഉറപ്പ് നൽകുന്നു. ഈ പദ്ധതിയിൽ അംഗമായിട്ടുള്ള ഒരു തൊഴിലാളി ആവശ്യപ്പെടുന്ന പക്ഷം 15 ദിവസത്തിനകത്ത് തൊഴിൽ നൽകേണ്ടതാണ്. അതിൻ്റെ വേതനം, ആ പറഞ്ഞ തൊഴിലുമായി ബന്ധപ്പെട്ട വേതനം 15 ദിവസത്തിനകത്ത് നൽകുകയും വേണം. ഇനി അത് കഴിഞ്ഞിട്ട് അത് നൽകാൻ പറ്റിയില്ല എങ്കിൽ എന്ത് നൽകേണ്ടതായിട്ടുണ്ട്? ആ വ്യക്തിക്ക് തൊഴിലില്ലായ്മ വേതനം സംസ്ഥാനം നൽകണം. അപ്പോൾ തൊഴിൽ നൽകാൻ പറ്റിയില്ലെങ്കിൽ അങ്ങനെയുള്ള വ്യക്തിക്ക് സംസ്ഥാനം തൊഴിലില്ലായ്മ വേതനം നൽകണമെന്നും ഈ പറഞ്ഞ നിയമത്തിൽ പറയുന്നുണ്ട്. അപ്പോൾ ഒന്നാമത്തെ കാര്യം അതാണ്. ഇനി അത് കഴിഞ്ഞിട്ട് രണ്ടാമത്തെ ഒരു പ്രധാനപ്പെട്ട പോയിന്റിലോട്ട് വരാം. അത് കേന്ദ്ര വിഹിതവുമായിട്ട് ബന്ധപ്പെട്ട പോയിന്റാണ്. പഴയ പദ്ധതി കാണുമെങ്കിൽ 90% കേന്ദ്ര വിഹിതം കിട്ടുമായിരുന്നു. സംസ്ഥാനങ്ങൾക്ക് ഈ പദ്ധതി നടത്തിപ്പിൻ്റെ 90% ചെലവും ആര് വഹിക്കും? കേന്ദ്രം വഹിക്കും. 10% സംസ്ഥാനങ്ങൾ വഹിച്ചാൽ മതിയായിരുന്നു. പക്ഷേ ഈ പറഞ്ഞ പദ്ധതി പ്രകാരം അങ്ങനെയല്ല. സംസ്ഥാനങ്ങളുടെ കേന്ദ്ര വിഹിതം കുറഞ്ഞു. സംസ്ഥാനങ്ങൾക്ക് 60% കേന്ദ്ര വിഹിതമേ ലഭിക്കൂ. ബാക്കി 40% ആര് തന്നെ ഇടണം? സംസ്ഥാനം തന്നെ ഇടണം. അതായത് സംസ്ഥാനങ്ങൾക്ക് ബാധ്യത കൂടുകയാണ്. VBG റാംജി പദ്ധതി പ്രകാരം കേന്ദ്ര സർക്കാരിന് ബാധ്യത കുറയും, അതേസമയം പതുക്കെ സംസ്ഥാനങ്ങൾക്ക് പഴയതിനെ അപേക്ഷിച്ച് ബാധ്യത കൂടും. അപ്പോൾ ഈ പദ്ധതിയുടെ കാര്യത്തിൽ, പദ്ധതിയുടെ നടത്തിപ്പുമായി ബന്ധപ്പെട്ട് 60% ആര് വഹിക്കും? കേന്ദ്രം വഹിക്കും. ബാക്കി 40% ആര് വഹിക്കണം? സംസ്ഥാനങ്ങൾ വഹിക്കണം. പൊതുവിൽ സംസ്ഥാനത്തിൻ്റെ കാര്യം പറയുമ്പോൾ ഇങ്ങനെയാണ്. എന്നാൽ ചില സംസ്ഥാനങ്ങൾക്ക് അതിനകത്ത് ചെറിയ ഇളവുകളുണ്ട്. അതേത് സംസ്ഥാനങ്ങൾക്കാണ് എന്ന് ചോദിച്ചാൽ ഹിമാലയൻ സംസ്ഥാനങ്ങൾക്ക്, വടക്ക് കിഴക്കൻ സംസ്ഥാനങ്ങൾക്ക്. ഇപ്പോൾ ഹിമാചൽ പ്രദേശ് ഒരു ഹിമാലയൻ സംസ്ഥാനമാണ്. ഉത്തരാഖണ്ഡ്, സിക്കിം പോലുള്ള ഹിമാലയൻ സംസ്ഥാനങ്ങൾക്കും നമ്മുടെ ഈ പറഞ്ഞ 7 സിസ്റ്റേഴ്സ് എന്നൊക്കെ അറിയപ്പെടുന്ന വടക്ക് കിഴക്കൻ സംസ്ഥാനങ്ങൾക്കും ഇതിനകത്ത് ചെറിയ ഇളവുണ്ട്. ഈ പറഞ്ഞ സംസ്ഥാനങ്ങളുടെ ചെലവിൻ്റെ 90% ആര് വഹിക്കും? കേന്ദ്ര സർക്കാർ വഹിക്കും.
അങ്ങനെയുള്ള സംസ്ഥാനങ്ങൾ എന്ത് ചെയ്താൽ മതി? 10%, ചെലവിൻ്റെ 10% പദ്ധതി പ്രകാരം വഹിച്ചാൽ മതി, അല്ലെ? അപ്പൊ സാധാരണഗതിയിൽ സംസ്ഥാനങ്ങൾക്കുള്ള വിഹിതം എന്ന് പറയുന്നത് എത്രയാണ്? അത് 60% കേന്ദ്രം നൽകും, 40% സംസ്ഥാനം വഹിക്കണം. പക്ഷെ വടക്ക് കിഴക്കൻ സംസ്ഥാനങ്ങളുടെ കാര്യത്തിലും ഹിമാലയൻ സംസ്ഥാനങ്ങളുടെ കാര്യത്തിലും അതിനകത്ത് മാറ്റമുണ്ട്. ഇവിടെ 90% കേന്ദ്ര സർക്കാർ വഹിക്കും, 10% സംസ്ഥാന സർക്കാർ വഹിക്കണം. ഇനി കേന്ദ്രഭരണ പ്രദേശങ്ങളുമായി ബന്ധപ്പെട്ടിരിക്കുന്ന കാര്യം, കേന്ദ്രഭരണ പ്രദേശങ്ങളുമായി ബന്ധപ്പെട്ടിരിക്കുന്ന കാര്യത്തിനകത്ത് അവിടെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്. സ്വന്തമായിട്ട് നിയമസഭയുള്ള കേന്ദ്രഭരണ പ്രദേശങ്ങളുണ്ട്. ഇപ്പോൾ നിങ്ങൾക്കറിയാം, പുതുശ്ശേരി സ്വന്തമായിട്ട് നിയമസഭയുള്ള കേന്ദ്രഭരണ പ്രദേശമാണ്. ഡൽഹി, ജമ്മു കാശ്മീർ ഇങ്ങനെയുള്ള കേന്ദ്രഭരണ പ്രദേശങ്ങളാണെങ്കിൽ, സ്വന്തമായിട്ട് നിയമസഭയുള്ള കേന്ദ്രഭരണ പ്രദേശമാണ് എങ്കിൽ അങ്ങനെയുള്ള കേന്ദ്രഭരണ പ്രദേശങ്ങളുടെ 90% കേന്ദ്രം വഹിക്കും, 10% അതാത് കേന്ദ്രഭരണ പ്രദേശങ്ങൾ എന്ത് ചെയ്യണം? വഹിക്കണം. 90% കേന്ദ്രം വഹിക്കും, 10% അതാത് കേന്ദ്രഭരണ പ്രദേശങ്ങൾ വഹിക്കണം. ഇനി സ്വന്തമായിട്ട് നിയമസഭ ഇല്ലാത്ത കേന്ദ്രഭരണ പ്രദേശമാണ് എങ്കിൽ, ഇപ്പോൾ ഡൽഹി പോലെ, ചണ്ഡീഗഡ് പോലെ, ലക്ഷദ്വീപ് പോലെ, ആൻഡമാൻ പോലെ അങ്ങനെയുള്ള കേന്ദ്രഭരണ പ്രദേശങ്ങളാണ് എങ്കിൽ 100% ആര് വഹിക്കും? കേന്ദ്രം തന്നെ വഹിക്കും. പദ്ധതി ചെലവിൻ്റെ 100% കേന്ദ്രം തന്നെ വഹിക്കും എന്നുള്ളതാണ് മറ്റൊരു കാര്യം. അപ്പോൾ ഈ രണ്ട് പ്രധാനപ്പെട്ട വസ്തുതകളും നന്നായിട്ട് മനസ്സിലാക്കി വയ്ക്കണം. ഇനി അത് കഴിഞ്ഞിട്ട് അടുത്തൊരു കാര്യത്തിലോട്ട് വരാം. ഈ പദ്ധതി VBG റാംജി പദ്ധതിയിൽ പഴയ പദ്ധതി പോലെ, അതായത് പഴയ മഹാത്മാഗാന്ധി ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതി പോലെ ഒരു സോപാധിക പദ്ധതിയല്ല എന്ന് നമ്മൾ പറയും. VBG റാംജി പദ്ധതി എന്ന് പറയുന്നത് ഒരു സോപാധിക പദ്ധതിയല്ല. അതിനകത്ത് പലതരത്തിലുള്ള നിയന്ത്രണങ്ങളുമുണ്ട്. സംസ്ഥാനങ്ങൾക്ക് തോന്നിയതുപോലെ ഓരോ കാര്യങ്ങൾ തീരുമാനിക്കാനായിട്ട് പറ്റത്തില്ല. അപ്പോൾ അതിലെ ആ സോപാധിക പദ്ധതിയല്ല എന്ന് പറയുന്നതിന് പിന്നിലുള്ള കാരണങ്ങൾ എന്തൊക്കെയാണ്? ഒന്ന്, ഈ പദ്ധതി കാർഷിക സീസണിൽ നടപ്പിലാക്കാൻ പാടില്ല. ഇന്ത്യയിലെ കാർഷിക സീസൺ എന്ന് പറയുമ്പോൾ നമ്മൾ തെക്ക് പടിഞ്ഞാറൻ മൺസൂണിനെ ആശ്രയിച്ച് കൃഷി ചെയ്യുന്ന ഒരു രാജ്യമാണ്. അപ്പോൾ ആ സമയത്ത്, വിളവിറക്കുന്ന സമയത്ത്, വിളവ് കൊയ്യുന്ന സമയത്ത്, അങ്ങനെയുള്ള സമയങ്ങളിൽ 60 ദിവസം വരെ ഈ പറഞ്ഞ പദ്ധതി നടപ്പിലാക്കാൻ പാടില്ല. ഒരു സംസ്ഥാനവും അങ്ങനെയുള്ള സമയത്ത് 60 ദിവസങ്ങൾ എന്ത് ചെയ്യും? ഈ പദ്ധതി നടപ്പിലാക്കാൻ പാടില്ല. അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ കാർഷിക വേളകളിൽ ശരിക്കുള്ള ഈ പറഞ്ഞ ആൾക്കാരെ കിട്ടാതെ വരും, തൊഴിലാളികളെ കിട്ടാതെ വരും. എല്ലാവരും തൊഴിലുറപ്പിന് പോയി കഴിഞ്ഞാൽ വിതയ്ക്കാനും കൊയ്യാനും ആളില്ലാത്ത ഒരു സാഹചര്യം ഉണ്ടാവും. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞു, ഈ പദ്ധതി സോപാധികമായിട്ടുള്ള ഒരു പദ്ധതിയല്ല. ഈ പദ്ധതിയിൽ നിയന്ത്രണങ്ങളുണ്ട്. അതിലൊരു കാര്യം ഇതാണ്, കാർഷിക സീസണിൽ ഈ പദ്ധതി നടപ്പിലാക്കാൻ പാടില്ല. 60 ദിവസമാണ് കാർഷിക സീസണിൽ. അങ്ങനെ 60 ദിവസങ്ങൾ ഈ പദ്ധതി നടപ്പിലാക്കാൻ പാടില്ല എന്ന് നിബന്ധനയുണ്ട്. പിന്നെ അത് കഴിഞ്ഞിട്ട് കേന്ദ്ര സർക്കാർ പട്ടികപ്പെടുത്തിയിട്ടുള്ള ഏതാണ്ട് ഒരു 318 കാര്യങ്ങളാണ് ഇപ്പോൾ പട്ടികപ്പെടുത്തിയിട്ടുള്ളത്. ഭാവിയിൽ അത് ഇനിയും കൂടാം. കേന്ദ്ര സർക്കാർ പട്ടികപ്പെടുത്തിയിട്ടുള്ള കാര്യങ്ങളിൽ മാത്രമേ, അങ്ങനെയുള്ള പറഞ്ഞ വിഷയങ്ങളിൽ മാത്രമേ ഈ പദ്ധതി നടപ്പിലാക്കാനായിട്ട് പറ്റുള്ളൂ. പഴയതുപോലെ ഈ പറഞ്ഞ സ്വകാര്യ വ്യക്തിയുടെ ഭൂമിയിലുമൊക്കെ തൊഴിലുറപ്പ് പരിപാടി നടത്തുന്നത്, പദ്ധതി നടപ്പിലാക്കുന്നത് നിങ്ങൾ കണ്ടു കാണും. അതുപോലെ ഇപ്പോൾ സംസ്ഥാനങ്ങൾക്ക് നടപ്പിലാക്കാൻ പറ്റത്തില്ല. കേന്ദ്ര സർക്കാർ പട്ടികപ്പെടുത്തിയിരിക്കുന്ന ആ പറഞ്ഞ രീതിയിലല്ലാതെ ഈ പദ്ധതി നടപ്പിലാക്കാനായിട്ട് സാധിക്കത്തില്ല. അപ്പോൾ ഒരു പ്രധാനപ്പെട്ട പോയിന്റ് പറഞ്ഞ ഇതാണ്, തൊഴിലുറപ്പ് പദ്ധതി, പഴയ തൊഴിലുറപ്പ് പദ്ധതി പോലെ VBG റാംജി പദ്ധതി ഒരു സോപാധിക പദ്ധതിയല്ല. ഇതിനകത്ത് നിയന്ത്രണങ്ങളുണ്ട്. അതിലൊരു കാര്യം പറഞ്ഞത് ഇങ്ങനെയാണ്, കാർഷിക സീസണിൽ, അതായത് കൃഷി ചെയ്യാൻ തുടങ്ങുന്ന കൃഷി കൊയ്ത്തുകാല സമയത്തും അതുപോലെ വിളവെടുപ്പ് സമയത്തും ഈ പദ്ധതി 60 ദിവസം വരെ സസ്പെൻഡ് ചെയ്ത് നടപ്പിലാക്കാൻ പാടില്ല. പിന്നെ അത് കഴിഞ്ഞിട്ട് കേന്ദ്ര സർക്കാർ പറയുന്ന വിഷയങ്ങളിൽ മാത്രമേ, അതിൽ കൊടുത്തിട്ടുള്ള പട്ടിക പ്രകാരമുള്ള കാര്യങ്ങളിൽ മാത്രമേ തൊഴിലുറപ്പ് പദ്ധതി നടപ്പിലാക്കാനായിട്ട് പറ്റുള്ളൂ. അല്ലാതെ പഴയതുപോലെ ഈ പറഞ്ഞ സ്വകാര്യ വ്യക്തികളുടെ ഭൂമിയിലുമൊക്കെ ജോലി ചെയ്യുന്നത് ഈ പദ്ധതി പ്രകാരം, പുതിയ പദ്ധതി പ്രകാരം പറ്റത്തില്ല എന്നുള്ളതാണ് വേറൊരു പ്രധാനപ്പെട്ട കാര്യം. ഇനി അത് കഴിഞ്ഞിട്ട് തൊഴിലുറപ്പുമായി ബന്ധപ്പെട്ട വേതനം, അല്ലേ? ആ തൊഴിലുറപ്പുമായി ബന്ധപ്പെട്ട വേതനത്തിൻ്റെ കാര്യവും ഇപ്പോൾ ഈ പറഞ്ഞ കാര്യങ്ങൾ വന്നിട്ടുണ്ട്. അവിടെ മനസ്സിലാക്കേണ്ട കാര്യം, ഈ VBG റാംജി പദ്ധതി പ്രകാരം ശരാശരി പ്രതിദിന വേതനം, ഇന്ത്യ രാജ്യത്തെ ശരാശരി പ്രതിദിന വേതനം എത്ര എന്ന് ചോദിച്ചാൽ 327.4 രൂപയാണ്. 327 രൂപ അല്ലെങ്കിൽ 327 രൂപ 40 പൈസ, അതാണ്.
അപ്പോൾ ശരാശരി പ്രതിദിന വേതനം തൊഴിലുറപ്പ് പദ്ധതി VBG റാംജി പദ്ധതി, ആ VBG റാംജി പദ്ധതി പ്രകാരമുള്ള ശരാശരി പ്രതിദിന വേതനം എത്ര എന്ന് ചോദിച്ചാൽ 327.4 രൂപയാണ്. 327.4 രൂപയാണ് ശരാശരി എന്താണ് പ്രതിദിന വേതനം. മൊത്തം ഇന്ത്യയിലെ കാര്യം മൊത്തം നമ്മൾ എടുത്തു വെച്ച് നോക്കുമ്പോൾ ശരാശരി അത്ര വരും, 327.4 വരും. ഇനി അത് കഴിഞ്ഞിട്ട് ഈ പദ്ധതി പ്രകാരം ഏറ്റവും കൂടുതൽ വേതനം ലഭിക്കുന്നത് ഏത് സംസ്ഥാനത്തുള്ളവർക്കാണ്? VBG റാംജി പദ്ധതി പ്രകാരം ഏറ്റവും കൂടുതൽ വേതനം ലഭിക്കുന്നത് ഏത് സംസ്ഥാനത്തുള്ളവർക്കാണ് എന്ന് ചോദിച്ചാൽ അത് ഹരിയാനയിലുള്ളവർക്കാണ്, 409 രൂപ. അപ്പോൾ VBG റാംജി പദ്ധതി പ്രകാരം ഏറ്റവും കൂടുതൽ വേതനം ഏത് സംസ്ഥാനത്താണ് ലഭിക്കുന്നത് എന്ന് ചോദിച്ചാൽ 409 രൂപ ലഭിക്കും. എവിടെയാണ്? ഹരിയാനയിൽ ലഭിക്കും. അതായത് ഈ പദ്ധതി പ്രകാരമുള്ള വേതനം രാജ്യത്തെ എല്ലാ സ്ഥലത്തും ഒരുപോലെയല്ല, അതിനകത്ത് വ്യത്യാസമുണ്ട്. അതിൻ്റെ ശരാശരിയാണ് പറഞ്ഞത് 327.4. ഏറ്റവും കൂടുതൽ വേതനം എവിടെയാണ് ലഭിക്കുന്നത്? ഹരിയാനയിലാണ് ലഭിക്കുന്നത്. എത്ര രൂപയാണ് വേതനം? 409 രൂപയാണ് ഹരിയാനയിലെ ഒരു തൊഴിലാളിക്ക് പ്രതിദിനം ഈ പദ്ധതി പ്രകാരം ലഭിക്കുന്ന വേതനം. ഇനി അത് കഴിഞ്ഞിട്ട് ഏറ്റവും കുറവ് വേതനം എവിടെയാണ് ലഭിക്കുന്നത് എന്ന് ചോദിച്ചാൽ അത് ഒരുപാട് സംസ്ഥാനങ്ങളിലുണ്ട്. ഏതാണ്ട് ഒരു 19 സംസ്ഥാനങ്ങളിൽ, ഗുജറാത്ത് പോലുള്ള ഈ പറഞ്ഞ സിക്കിം പോലുള്ള മണിപ്പൂർ പോലുള്ള സംസ്ഥാനങ്ങളിൽ ഏതാണ്ട് 19 സംസ്ഥാനങ്ങളിൽ, അതുപോലെ ജമ്മു കാശ്മീർ, ലഡാക്ക് പോലുള്ള കേന്ദ്രഭരണ പ്രദേശം, അങ്ങനെയുള്ള ഈ പറഞ്ഞ 19 സംസ്ഥാനങ്ങളിലും കേന്ദ്രഭരണ പ്രദേശങ്ങൾ, 2 കേന്ദ്രഭരണ പ്രദേശങ്ങളിലും ഒക്കെ മൊത്തം 21 സ്ഥലത്ത് ഇതിൻ്റെ പ്രതിദിന വേതനം എന്ന് പറയുന്നത് 300 രൂപയാണ്. അപ്പോൾ ഇവിടെ മനസ്സിലാക്കാനുള്ള ഇത്ര കാര്യമേ ഉള്ളൂ. ഏറ്റവും കൂടുതൽ വേതനം VBG റാംജി പദ്ധതി പ്രകാരം നൽകുന്നത് 409 രൂപയാണ്, അത് ഹരിയാനയിലാണ്. ഏറ്റവും കുറവ് വേതനം എന്ന് പറയുന്നത് 300 രൂപയാണ്. ഒരു സംസ്ഥാനം പറയാൻ പറ്റത്തില്ല, 19 സംസ്ഥാനങ്ങളിൽ വേതനം 300 രൂപയായിട്ട് പറഞ്ഞിട്ടുണ്ട്. ഇനി അത് കഴിഞ്ഞിട്ട് ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം. ഇപ്പോൾ ഞാൻ പറഞ്ഞു ഗുജറാത്ത്, മണിപ്പൂർ, സിക്കിം പോലുള്ള സംസ്ഥാനങ്ങളിലൊക്കെ 300 രൂപയാണ് അല്ലേ. എന്നാൽ ഒരു കാര്യം നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം, 450 രൂപ കിട്ടുന്ന സ്ഥലമുണ്ട്. 450 രൂപ എവിടെ കിട്ടും എന്ന് ചോദിച്ചാൽ സിക്കിമിലെ ഈ പറഞ്ഞ ചില ഗ്രാമങ്ങളിൽ ആ പറഞ്ഞ പദ്ധതി നടപ്പിലാക്കുമ്പോൾ അവിടെയുള്ള ഗ്രാമങ്ങളിലുള്ള ആൾക്കാർക്ക് 450 രൂപ കിട്ടും. സിക്കിമിൽ പൊതുവേ 300 രൂപയാണ്. സിക്കിമിൽ പൊതുവേ ഈ പറഞ്ഞ തൊഴിലുറപ്പ് വേതനം എത്രയാണ്? 300 രൂപയാണ്. പക്ഷേ സിക്കിമിലെ ചില ഗ്രാമങ്ങളിൽ നദാങ്, ലാച്ചുങ്, ലാച്ചൻ എന്ന് പറയുന്ന ഗ്രാമങ്ങളിലുള്ളവർക്ക് 450 രൂപ കിട്ടും. അപ്പോൾ അവിടെ ചോദ്യം ഒന്ന് നിങ്ങൾ ശ്രദ്ധിച്ചു നോക്ക്. തൊഴിലുറപ്പ് പദ്ധതി പ്രകാരം ലഭിക്കുന്ന ഏറ്റവും ഉയർന്ന വേതനം എന്ന് പറയുമ്പോൾ 450 രൂപയായി അല്ലേ. ഏറ്റവും ഉയർന്ന വേതനം 450 രൂപയാണ്. അതേസമയം ചോദ്യം ഇങ്ങനെയാണ്, തൊഴിലുറപ്പ് പദ്ധതി പ്രകാരം, അതായത് VBG റാംജി പദ്ധതി പ്രകാരം ഏറ്റവും ഉയർന്ന വേതനം ലഭിക്കുന്നത് ഏത് സംസ്ഥാനത്തിലാണ് എന്ന് ചോദിക്കുമ്പോൾ അതേതാണ്? അത് ഈ പറഞ്ഞ 409 രൂപയാണ്. പൊതുവിലാണ് ആ ചോദ്യം ചോദിച്ചത്. ഏറ്റവും കൂടുതൽ വേതനം ലഭിക്കുന്നത് എവിടെയാണ്? ഹരിയാനയിലാണ്, 409 രൂപ. നമുക്ക് സിക്കിം എന്ന് പറയാൻ പറ്റുമോ? സിക്കിമിൽ 300 രൂപയേ ഉള്ളൂ. പക്ഷേ സിക്കിമിലെ 3 ഗ്രാമങ്ങളിൽ, ഏതൊക്കെ? നദാങ്, ലാച്ചുങ്, ലാച്ചൻ എന്ന് പറയുന്ന ഗ്രാമങ്ങളിൽ വേതനം എന്ന് പറയുന്നത് 450 രൂപയാണ്. ഇനി അത് കഴിഞ്ഞിട്ട് നമ്മുടെ സംസ്ഥാനത്തെ തൊഴിലുറപ്പ് വേതനം, അതായത് VBG റാംജി പദ്ധതി പ്രകാരമുള്ള വേതനം എത്ര? പ്രതിദിന വേതനമാണ് എത്ര എന്ന് ചോദിച്ചാൽ 401 രൂപയാണ്. അപ്പോൾ VBG റാംജി പദ്ധതിയുമായി ബന്ധപ്പെട്ട വേതനം മനസ്സിലാക്കി വെക്കുക. ശരാശരി ഇന്ത്യയിലെ പ്രതിദിന വേതനമായിട്ട് കണക്കാക്കിയിരിക്കുന്നത് 327.4 ആണ്. ഏറ്റവും കൂടുതൽ വേതനം ഹരിയാനയിലുള്ളവർക്കാണ് ലഭിക്കുന്നത്, 409 രൂപ. ഈ പദ്ധതി പ്രകാരമുള്ള ഏറ്റവും കുറഞ്ഞ വേതനം 300 രൂപയാണ്. ഏതാണ്ട് 19 സംസ്ഥാനങ്ങളിൽ 300 രൂപയാണ്. ഇനി അത് കഴിഞ്ഞിട്ട് എന്താണ്? നദാങ്, ലാച്ചുങ്, ലാച്ചൻ എന്ന് പറയുന്ന സിക്കിമിലെ 3 ഗ്രാമങ്ങൾ, ആ ഗ്രാമങ്ങളിലുള്ളവർ പ്രതിദിന വേതനം 450 രൂപയാണ്. കേരളത്തിലെ വേതനം എന്ന് പറയുന്നത് 401 രൂപയാണ്.
അപ്പോൾ VBG റാംജി പദ്ധതിയുമായി ബന്ധപ്പെട്ട് അത്യാവശ്യം അറിയേണ്ട കാര്യങ്ങളാണ് ഇപ്പോൾ ഇതിനകത്ത് പറഞ്ഞത്. ഈ കാര്യങ്ങളെല്ലാം നമ്മുടെ ഒരു പുസ്തകത്തിനകത്ത് ഉൾക്കൊള്ളിച്ചിട്ടുണ്ട്. ആസ്ഥ അക്കാഡമി കറണ്ട് അഫയേഴ്സിന് വേണ്ടിയിട്ട് ഒരു പുസ്തകം തയ്യാറാക്കിയിട്ടുണ്ട്. ഈ പറഞ്ഞതുപോലുള്ള കാര്യങ്ങളെല്ലാം ഈ കറണ്ട് അഫയേഴ്സ് പുസ്തകത്തിനകത്ത് ഉൾക്കൊള്ളിച്ചിട്ടുണ്ട്. ഇപ്പോൾ G20 അതുപോലെ G7 പോലുള്ള എന്താണ് ഈ പറഞ്ഞ ഉച്ചകോടികളെ കുറിച്ചൊക്കെ നിങ്ങൾ പഠിക്കുന്നുണ്ട്. അതുമായി ബന്ധപ്പെട്ട ഇതുപോലുള്ള ഡാറ്റാസ് എല്ലാം ഈ പറഞ്ഞ പുസ്തകത്തിനകത്ത് ഉൾക്കൊള്ളിച്ചിട്ടുണ്ട്. ഈ പുസ്തകം നിങ്ങൾക്ക് ആവശ്യമുണ്ട് എങ്കിൽ ഇപ്പോൾ വിളിക്കുക. 2026 ജൂലൈ 10 വരെയുള്ള കാര്യങ്ങൾ ഈ പുസ്തകത്തിനകത്ത് ഉൾക്കൊള്ളിച്ചിട്ടുണ്ട്. അതായത് ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള പുസ്തകമാണ്. മാർക്കറ്റിൽ ഇപ്പോൾ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള ഒരു പുസ്തകവും ലഭ്യമല്ല. ഏറ്റവും ആദ്യം വന്ന പുസ്തകം ഇതാണ്. അപ്പോൾ ഈ പുസ്തകം 135 രൂപ മാത്രമേയാണ് വിലയായിട്ടുള്ളത്. A5 സൈസാണ്, 208 പേജാണ്. 2025-2026 കറണ്ട് അഫയേഴ്സ് എല്ലാം ഇതിനകത്ത് ഉൾക്കൊള്ളിച്ചിട്ടുണ്ട്. എല്ലാം എന്ന് പറയുമ്പോൾ പരീക്ഷയ്ക്ക് ആവശ്യമുള്ളത് മാത്രമേ ഇതിനകത്ത് ഉൾക്കൊള്ളിച്ചിട്ടുള്ളൂ. ആവശ്യമില്ലാത്ത കാര്യങ്ങൾ ഇതിനകത്ത് ഉൾക്കൊള്ളിച്ചിട്ടില്ല. ഈ പുസ്തകം നിങ്ങൾ വായിക്കാൻ തുടങ്ങിയാൽ തീർച്ചയായിട്ടും ഈ പുസ്തകം മുഴുവനും വായിക്കുമെന്ന് ഞങ്ങൾക്ക് ഉറപ്പുണ്ട്. ആ ഒരു രീതിയിലാണ് ഈ പുസ്തകം ക്രമീകരിച്ചിരിക്കുന്നത്. എന്തുകൊണ്ട് അത് എത്ര ധൈര്യത്തോടു കൂടി പറയുന്നു എന്ന് ചോദിച്ചാൽ ഈ പുസ്തകം തയ്യാറാക്കിയത് ഞാനാണ്. അപ്പോൾ അതുകൊണ്ട് എനിക്ക് ആ ധൈര്യത്തോടു കൂടി നിങ്ങൾക്ക് പറയാൻ പറ്റും. പുസ്തകം ആവശ്യമുള്ളവർ ഈ കാണുന്ന നമ്പറിലോട്ട് ഇപ്പോൾ തന്നെ വിളിക്കുക, അല്ലെങ്കിൽ വാട്സപ്പ് ചെയ്യുക. തിരക്കുള്ള നമ്പറാണ്. നിങ്ങൾ വിളിച്ചിട്ട് കിട്ടിയില്ലെങ്കിൽ മെസ്സേജ് ഇട്ടാൽ മതി, ഞങ്ങൾ നിങ്ങളെ തിരിച്ച് വിളിച്ചുകൊള്ളാം. പിന്നെ അത് കഴിഞ്ഞിട്ട് പേയ്മെൻറ്റ് ചെയ്യേണ്ടത് UPI വഴിയാണ്. ഞങ്ങൾക്കൊരു UPI ഉണ്ട്, QR.asta.ac@SIB എന്ന് പറയുന്ന ഈ UPI വഴി നിങ്ങൾക്ക് പേയ്മെൻറ്റ് ചെയ്യാം. ഏതെങ്കിലും ഫോൺ നമ്പറിലോട്ട് ഗൂഗിൾ പേ ചെയ്യരുത്, ഏതെങ്കിലും QR കോഡ് സ്കാൻ ചെയ്ത് പേയ്മെൻറ്റ് ചെയ്യരുത്. അങ്ങനെയുള്ള പേയ്മെൻറ്റുകൾക്ക് ആസ്ഥ അക്കാഡമി ഉത്തരവാദി ആയിരിക്കത്തില്ല. ശരി, അപ്പോൾ ഈ പറഞ്ഞ ഒരു വസ്തുത ഇന്നത്തെ ക്ലാസ്സിനകത്ത് സംസാരിച്ച കാര്യം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുവെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക, പ്രോത്സാഹിപ്പിക്കുക. നിങ്ങളുടെ പ്രോത്സാഹനമൊക്കെ ഉണ്ടെങ്കിൽ മാത്രമേ ഇങ്ങനെയുള്ള ക്ലാസ്സുകൾ തുടർന്ന് ചെയ്യാനുള്ള ഊർജം ഞങ്ങൾക്ക് ലഭിക്കുകയുള്ളൂ. അപ്പോൾ ഇന്നത്തെ ക്ലാസ് ഇവിടെ അവസാനിക്കുന്നു. എല്ലാവർക്കും നല്ലത് വരട്ടെ. നന്ദി.